ഇതുവരെ കേട്ട പുച്ചവും കളിയാക്കലൊക്കെ ഈ കൈവെള്ളം ചുരുട്ടിപ്പിടിച്ച് നല്ല ഇടിയിടിച്ച് നാട്ടുകാരെ കൊണ്ട് കൈയടിപ്പിക്കണ്ടേ? Modern hair fixing. Regain your confidence. Dubai, Abu Dhabi, Sharjah, Oman and Kuwait. പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. എ വെരി ഗുഡ് ഈവനിങ്. ഈ മഹോത്സവം 2026 എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുകയാണ്. 2ാം വാർഷിക പരിപാടി ആരംഭിക്കുന്നു. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ എന്ന ഈ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് കൃത്യമായി 2 വർഷം തികയുകയാണ്. 2024 ജനുവരി 11-ാം തീയതി ആരംഭിച്ച ഈ പ്രസ്ഥാനം കേവലം 2 വർഷത്തെ കാലം കൊണ്ട് വലിയ വലിയ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയേറെ ചെയ്യാനുണ്ട് എന്ന സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ശക്തിയോടുകൂടി ഈ വർഷം തൊട്ട് മുന്നിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളായാലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനം മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ഒരുപാട് സംഘടനകളിൽ മാറ്റം വരുത്തുന്ന ഈ ഒരു വേദിയുടെ പോഡിയം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു മാറ്റം ഈ പോഡിയത്തിൽ കൂടി നടത്തിയിട്ടുണ്ട്. ഒരു മൂലയ്ക്ക് നിൽക്കുന്ന പോഡിയത്തിൽ പ്രസംഗിക്കുന്ന ആളെയല്ല ഈ ഒരു വേദിയുടെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് പ്രസംഗിക്കുക എന്നൊരു തീരുമാനമെടുക്കാൻ ആർജവം കാണിക്കുന്ന ഒരു സംഘടന. പല കാര്യത്തിലും അത്തരം വ്യത്യസ്തതകളുള്ള സംഘടനയായി മാറുകയാണ്. ഈ സംഘടനയുടെ 2ാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി UAE ദേശീയ ഗാനം, തുടർന്ന് ഇന്ത്യൻ ദേശീയ ഗാനമാണ്. ഏവരും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. UAE നാഷണൽ ആന്തം ഫോളോഡ് ബൈ ഇന്ത്യ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे
ഈ 730 സംവത്സര ദിവസങ്ങൾ, ആ 730 ദിവസങ്ങളിലെ സുദിനങ്ങളിലെ പ്രവർത്തനങ്ങളെ 5 മിനിറ്റിനുള്ളിൽ കാണിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ചെറിയൊരു വീഡിയോ, ഈ പ്രവർത്തനങ്ങളുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വീഡിയോ സ്ക്രീനിലേക്ക് വരികയാണ്. ഇവരുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. UAE-യിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെയും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമായ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലെ ഒരു വിഭാഗം അംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമ ഫലമായി 2023 നവംബർ 26 രൂപം കൊണ്ട സംഘടനയാണ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ ജീവിതം കരുപിടിപ്പിക്കുവാൻ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ആ പ്രവാസികളുടെ ഐക്യത്തിനും സൗഹൃദത്തിനും സാമൂഹിക ഉത്തരവാദിത്വത്തിനും ശക്തമായൊരു വേദിയാകുക എന്ന ഉദ്ദേശത്തോടെയാണ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ രൂപീകരണം. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഇല്ലാതെ സാമ്പത്തിക അന്തരം മറികടന്ന് എല്ലാ പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹസമ്പന്നമായ കൂട്ടായ്മയായി എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. എമിറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ ലോഗോ പ്രകാശനം ഷാർജയിൽ നടന്നു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലായിരുന്നു ലോഗോ പ്രകാശനം. ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ EP ജോൺസനാണ് പ്രകാശനം നിർവഹിച്ചത്. അക്കാഫ് ഇവന്റ്സ് ചെയർമാനും ഇമ അഡ്വൈസറി ബോർഡ് അംഗവുമായ ഷാഹുൽ ഹമീദിന് കൈമാറിക്കൊണ്ടായിരുന്നു പ്രകാശന കർമ്മം. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള കലാസാംസ്കാരിക സാമൂഹിക പ്രവർത്തനത്തിനാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസികളുടെ പ്രയാസങ്ങളോടൊപ്പം നിൽക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട AV മധുവിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ രവി തണ്ടശ്ശേരി, SM ജാബിർ, പുന്നക്കൻ മുഹമ്മദ് അലി, ഇമാ ഭാരവാഹികളായ ഖാൻ പാറയിൽ, ഷൌക്കത്ത് പൂച്ചക്കാട്, അനിൽ അടുക്കം, അഭിലാഷ് രത്നാകരൻ, സജിത് അരിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് രാജശേഖരൻ വെടിത്തറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ രാജൻ വർഗീസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പരിപാടിയോട് അനുബന്ധിച്ച് സംഗീത സായാഹ്നവും. കേവലം 2 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഷാർജയുടെ സാമൂഹിക സാംസ്കാരിക ഭൂമികയിൽ ശ്രദ്ധേയമായൊരു സംഘടനയായി എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മലയാളികളുടെ കലാ സാംസ്കാരിക കഴിവുകൾക്ക് വേദിയൊരുക്കുക, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളെ കൈപിടിച്ചുയർത്തുക, വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നിവയിൽ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. റമദാൻ മാസത്തിൽ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നതും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇഫ്താർ സംഗമങ്ങളും കുടുംബ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നതുമെല്ലാം പരസ്പര സൗഹൃദവും ഐക്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന മനോഹരമായ വേദികളായി മാറിയിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നേതൃത്വം നൽകുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എമിറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ പ്രവർത്തകർ സജീവമായ പങ്കാളിത്തവും സഹകരണവും നൽകി വരുന്നു. 2024 ഷാർജയിൽ ഉണ്ടായ ശക്തമായ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിച്ച സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായി ഇന്ത്യൻ അസോസിയേഷനോടൊപ്പം എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അംഗങ്ങളും കൈകോർത്തു. അതോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ആവശ്യമായ ശുചീകരണ സാമഗ്രികൾ നൽകുന്നതിനും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ നേതൃത്വം വഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച റമദാൻ വോളിബോൾ മത്സരം, കബഡി മത്സരം, ഓണാഘോഷത്തോടനുബന്ധിച്ച അത്തപ്പൂക്കള മത്സരം, ക്രിസ്മസ് ട്രീ മത്സരം എന്നിവയിലൊക്കെയും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. ഈ മത്സരങ്ങളിൽ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ അംഗങ്ങൾ ജേതാക്കളായി മാറിയതും സംഘടനയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ആയി മാറി. എമിറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ 1ാം വാർഷികം 2025 ജനുവരി 11 അജ്മാൻ അൽ ഹീലിയോ ഫാം ഹൗസിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കപ്പെട്ടു. ഇന്ന് 2026 ജനുവരി 11 ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇമോത്സവം 2026 എന്ന ഈ മഹത്തായ സാംസ്കാരിക ആഘോഷത്തിലൂടെ
എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ തങ്ങളുടെ 2ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഷാർജയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ശക്തമായ കൂട്ടായ്മയായി എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ വളർന്നു നിൽക്കുന്ന ഈ സ്നേഹസമ്മേളനത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനും സാമൂഹിക സേവന രംഗങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നതിനും നിങ്ങളുടെ ഏവരുടെയും സ്നേഹപൂർവമായ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇമോത്സവം 2026 എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. രണ്ടു വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ നടക്കട്ടെ എന്ന പ്രത്യാശയിലാണ് ഇമോത്സവം 2026 പുരോഗമിക്കുന്നത്. ഈ പരിപാടിയുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. വേദിയിലേക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സംഘടനയുടെ ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ പി ഷാജിലാലാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ പി ഷാജിലാൽ, ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ഇമ. അതോടൊപ്പം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് മാർഗദർശനം നൽകുന്നതിന് കൃത്യത നൽകുന്നതിന് നമ്മുടെ ചെയർമാൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്, പ്രിയപ്പെട്ട ഖാൻ പാറയിൽ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ സംഘടനയുടെ ചടുലമായ നേതൃത്വം കൊടുക്കുന്ന ജനറൽ സെക്രട്ടറി സജിത് അരീക്കര, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃത്യതയാർന്ന നേതൃത്വം കൊണ്ട് ട്രഷറർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജശേഖരൻ പിടിത്തറക്കൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓണററി ഓഡിറ്റർ അനിൽ അടുക്കം, അദ്ദേഹത്തെ അഭിമാന പുരസ്കാര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ഈ പരിപാടി നടക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ്റെ അംഗം ഗാനഗന്ധർവൻ ദാസേട്ടൻ മുതൽ എല്ലാ ഗായകരും ഇവിടെ വന്ന് പാടുന്ന ഒരു ചരിത്രപ്രധാനമായിട്ടൊരു ഗണമാണ്. ഇതിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിസാർ തരങ്ങൾ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മിസ്റ്റർ നിസാർ തലങ്കര. ഇന്നത്തെ ഞങ്ങളുടെയൊക്കെ മുഖ്യാതിഥി, ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല, അദ്ദേഹം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട എം ജി ശ്രീനിവാസ് സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് സാർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജനറൽ സെക്രട്ടറി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ശ്രീ പ്രകാശ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ കരുത്തനായ ട്രഷറർ ഷാജി ജോൺ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പാറ്റേൺ നമ്മുടെ കാരണവരായിട്ടുള്ള ഷാഹുൽ ഹമീദ് ഖാ, അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ലേഡീസ് വിങ്ങും വളരെ ശക്തമാണ്. ആ ശക്തമായ ലേഡീസ് വിങ്ങിൻ്റെ ജനറൽ കൺവീനർ വിന്ധ്യ അഭിലാഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇമോത്സവം 2026 ബൃഹത്തായ പ്രവർത്തനം. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പലരെയും ആർട്ടിസ്റ്റുകളൊക്കെ ബുക്ക് ചെയ്ത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ജനറൽ കൺവീനർ ഷിബു മുഹമ്മദ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിപാടിക്ക് കൃത്യമായൊരു ഡയറക്ഷൻ നൽകാൻ വേണ്ടി ഒരു ഡയറക്ടർ കൂടിയുണ്ട്. അത് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബിനോയ് പിള്ളൈ, അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇമോത്സവം 2026 കോർഡിനേറ്റർ, എല്ലാ രംഗത്തും ഓടി നടന്നുകൊണ്ട് സ്റ്റേജിൽ അടക്കം നിൽക്കുന്ന പ്രിയപ്പെട്ട അഭിലാഷ് രത്നാകരൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിൻ്റെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട പ്രഭാത് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ദ വൈസ് ചെയർമാൻ പ്രഭാത് നായർ. ജോയിന്റ് ജനറൽ കൺവീനർ സുമിത്, അദ്ദേഹത്തെ വേദിയിൽ സമയുന്നു. സുമിത് കെട്ടിയതിൽ. അതുപോലെ നമ്മുടെ മീഡിയ പാർട്ട്ണർ NTV ആണ്. യുഎയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കൂടിയുള്ള ഒരു ചാനൽ കൂടിയാണ് NTV. NTVയുടെ ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടോൺ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ മാത്തുക്കുട്ടി കടോൺ, ദ ചെയർമാൻ ഓഫ് NTV. നമ്മുടെ പ്രസന്റ് സ്പോൺസർ അറക്കൽ ഗോൾഡ് ആണ്. അറക്കൽ ഗോൾഡ് മിസ്റ്റർ സഹീർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫ്രം അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എല്ലാവരും ഒന്ന് ഉപവിഷ്ടരാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പേ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനെ കുറിച്ചുള്ള ഒരു ആമുഖ ഭാഷണമുണ്ട്, ഇൻട്രഡക്ടറി സ്പീച്ച്. അതിനുവേണ്ടി പ്രിയപ്പെട്ട
ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ ഖാൻ പാറയിലിനെ ക്ഷണിക്കുകയാണ് ഫോർ ദ ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഗുഡ് ഈവനിങ് ഷാർജ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. പ്രിയങ്കരനായ ഇമയുടെ പ്രസിഡന്റ് പി ഷാജിലാൽ, ജനറൽ സെക്രട്ടറി സജിത്ത് അരിക്കര, ട്രഷറർ രാജശേഖരൻ വെടിത്തറയ്ക്കൽ, ഇമയുടെ മാർഗദർശിയും രക്ഷാധികാരിയുമായ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഷാഹുൽ ഹമീദ്, ഈ പരിപാടിയുടെ ഉദ്ഘാടകനും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രവുമായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദരണീയനായ പ്രസിഡന്റ് നിസാർ തളങ്കര, മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരും ഭാഷദേശ വ്യത്യാസമില്ലാതെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട മലയാളികളുടെ അഹങ്കാരവും അനന്തപുരിയുടെ അഹങ്കാരവുമായ പ്രിയപ്പെട്ട MG ശ്രീകുമാർ സാർ, ഇമയുടെ സന്തത സഹചാരിയും വെൽവിഷറുമായ ഏതൊരു കാര്യത്തിനും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒരുപക്ഷെ ഇമ രൂപീകരിക്കുന്നതിന് കാരൻ കൂടിയായ NTVയുടെ ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ, ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട കാര്യദർശി ശ്രീ പ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, ഇമയുടെ ഇമോത്സവം 2026 പരിപാടിയുടെ ജനറൽ കൺവീനർ ഷിബു മുഹമ്മദ്, നമ്മുടെ ഡയറക്ടർ ബിനോയ് പിള്ളൈ, കോർഡിനേറ്റർ അഭിലാഷ് രത്നാകരൻ, ഇമയുടെ നട്ടലായി വർത്തിക്കുന്ന വനിതാ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ബിന്ദിയ അഭിലാഷ്, ഇമയുടെ ഇമോത്സവത്തിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറായി പ്രവർത്തിക്കുന്ന സുമിത് കെട്ടിടത്തിൽ, പ്രിയപ്പെട്ട ഇമയുടെ വൈസ് ചെയർമാനും ഈ പരിപാടിയുടെ മുഖ്യ കാര്യദർശികളിൽ ഒരാളുമായ പ്രഭാത് നായർ, ഇമയുടെ CPST കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പൊസിഷൻ വഹിക്കുന്ന പ്രിയപ്പെട്ട അനിൽ അടുക്കം, എൻ്റെ മുന്നിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ഇരിക്കുന്നുണ്ട്. ഏതൊരു സംഘടനയെ പ്രതിനിധീകരിച്ച് അപ്രോച്ച് ചെയ്താലും ഒരു സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടാലും നമുക്ക് കൈനിറയെ സഹായിക്കുന്ന അറക്കൽ ഗോൾഡിൻ്റെ ഷഹീർ ബായി, അതുപോലെ തന്നെ ഫാസ്റ്റ് ബിസിനസ് ലൈൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹിലർ അബ്ദുള്ള, ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരിൽ ഒരാളായ പ്രിയപ്പെട്ട അൽമറായ റെൻ്റേക്കാർ അനന്തപുരിയുടെ പ്രിയപ്പെട്ട സഹോദരൻ കൂടിയായ അൽമറായയുടെ താജുദ്ദീൻ മുഹമ്മദിൻ്റെ മകൻ, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ബാലനടക്കം ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗത പ്രസംഗം വരുന്നതിന് മുമ്പ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഏകദേശം 45ഓളം അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപറ്റം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് രൂപീകരിച്ച ഇമ എന്ന സംഘടന ഇന്ന് 2 വർഷം പൂർത്തിയാക്കുമ്പോൾ 82 ഇന്ത്യൻ അസോസിയേഷൻ അംഗങ്ങളും 450-ൽ പരം കുടുംബ അംഗങ്ങളുമായി ഒരു വലിയ പ്രസ്ഥാനമായി 2 വർഷം കൊണ്ട് നമുക്ക് ഈ ഷാർജയുടെ ഭൂമികയിൽ സാന്നിധ്യമറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി കാണുന്നു.
ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എല്ലാം മാറ്റി ഈ ഇമോത്സവം ഇവിടെ നിർവഹിക്കുന്നതിന് കാരണക്കാരായ ഇന്ത്യൻ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ നന്ദി പൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ആമുഖ പ്രസംഗം ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ദ ചെയർമാൻ മിസ്റ്റർ ഖാൻ പാറയിൽ. ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സജിത് അരീക്കരയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ മെമ്പർമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 വർഷമായി ഷാർജയിലെ കായിക സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് നയിക്കുന്ന എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ഇന്നിവിടെ 2ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ ഔപചാരികമായ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കർമ്മനിരതനായ പ്രസിഡന്റ് ശ്രീ ഷാജിലാൽ അവറുകളെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയ്ക്ക് ദിശാബോധം നൽകി നല്ലൊരു കേഡർ സ്വഭാവത്തോടെ നമ്മുടെ സംഘടനയെ നയിക്കുന്ന പ്രിയപ്പെട്ട ചെയർമാൻ മിസ്റ്റർ ഖാൻ പാറയിലെയും ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ സംഗീതം ഒരു ഹരമാകുമ്പോൾ നമ്മൾ എന്നും ഓർക്കുന്ന ഒരു ശബ്ദം, അനശ്വര ഗാനങ്ങളുടെ നമ്മുടെ എല്ലാവരെയും കീഴ്പ്പെടുത്തി ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ തന്നെ വിസ്മയമായ ആദരണീയ നമ്മുടെ MG ശ്രീകുമാർ അവറുകളെയും ഇന്ന് യോഗത്തിലേക്ക് ഏറെ ആഹ്ലാദത്തോടെ ഊഷ്മളതയോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഷാർജയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സേവന രംഗങ്ങളിൽ നിസ്തുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആദരണീയനായ ശ്രീ നിസാർ തളങ്കര അവറുകളെയും ഇന്നത്തെ യോഗത്തിലേക്ക് ഏറെ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഏത് വേദി കിട്ടിയാലും തൻ്റെ സ്വതസിദ്ധമായ വാക്കുകളോടെ ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് അവറുകളെയും ഇന്നത്തെ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് ഇന്നത്തെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ അക്കൗണ്ട്സ് വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്ത് നമുക്ക് എല്ലാവർക്കും മാതൃകയാകുന്ന ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രിയ സുഹൃത്തായ മിസ്റ്റർ ഷാജി ജോൺ അവറുകളെയും ഇന്നത്തെ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഏത് പരിപാടിയുടെയും പ്രധാന ഘടകമാണ് സാമ്പത്തികം. ആ സാമ്പത്തികം വളരെ അച്ചടക്കത്തോടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ കൈകാര്യം ചെയ്യുന്ന ആദരണീയനായ ട്രഷറർ ശ്രീ രാജശേഖരൻ വെടിത്തറയ്ക്കലിനെ വളരെ ആദരവോടെ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിന് എത്തിച്ചേർന്ന നമ്മുടെ സംഘടനയെ തന്നെ ബഹുമാനപ്പെട്ട ഓഡിറ്റർ മിസ്റ്റർ അനിൽ അടുക്കത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ നമ്മുടെ ഇമ്മയുടെ അഡ്വൈസറി ബോർഡ് അംഗം ഷാഹുൽ ഹമീദ് ഇക്കയും ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെ UAE ടെലിവിഷൻ രംഗത്തെ പ്രമുഖ ചാനലായ NTVയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി സാറിനെയും ഇന്നത്തെ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ വിവിധ സംഘടനാ നേതാക്കളുണ്ട്. മുൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ബാലേട്ടൻ, മുൻ ട്രഷറർ നാരായണേട്ടൻ, അങ്ങനെ വിവിധ സംഘടനാ നേതാക്കൾ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും വളരെ ആദരവോടെ
ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ വിദ്യാധരൻ, മോഹനേട്ടൻ, അഡ്വക്കേറ്റ് ഫാരീദ്, ബെനത്ത് എന്നിവരെയും ഇന്നത്തെ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഈ പരിപാടി ഇന്ന് വിജയിപ്പിക്കുവാൻ നമ്മോടൊപ്പമുള്ള വളരെ കഴിഞ്ഞ 2 മാസമായി 12ഓളം സബ് കമ്മിറ്റികളുണ്ടായിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ എല്ലാ കൺവീനർമാരെയും കമ്മിറ്റി മെമ്പർമാരെയും ഇന്നത്തെ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ പിന്നണിയിൽ പ്രവർത്തിച്ച ഇതിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ മിസ്റ്റർ ഷിബു മുഹമ്മദ് അവരുടെയും ഇന്നത്തെ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വനിതാ വിങ് വളരെ മനോഹരമായി മുമ്പോട്ട് നയിക്കുന്ന വനിതാ ജനറൽ കൺവീനർ ബിന്ധ്യ അഭിലാഷിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു പ്രോഗ്രാം വിജയിപ്പിക്കണമെങ്കിലും നല്ല ഒരു ഡയറക്ടർ ആവശ്യമാണ്. ഇന്നത്തെ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാം ഡയറക്ടർ മിസ്റ്റർ ബിനോയ് പിള്ളയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറിയും ഇന്നത്തെ പരിപാടിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ മിസ്റ്റർ അഭിലാഷ് രത്നാകരനെയും ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ ജനറൽ കൺവീനറെ വലങ്കയായി പ്രവർത്തിക്കുന്ന ജോയിൻറ്റ് ജനറൽ കൺവീനർ സുമിത് കെട്ടിടത്തിനെയും യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിന് എത്തിച്ചേർന്ന വിവിധ 7 എമിറേറ്റ്സിൽ നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, കുട്ടികൾ, കലാകാരന്മാർ, കലാകാരികൾ, നാട്ടിൽ നിന്ന് വന്ന സയനോര, ശ്യാംലാൽ, ഹർഷചന്ദ്രൻ, ജയദേവൻ എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇന്ന് നമുക്ക് ശബ്ദവും വെളിച്ചവും തന്ന് സഹായിക്കുന്ന നമ്മുടെ മിസ്റ്റർ റോബിൻ ആൻഡ് ടീം, ലൈവ് ഓർക്കസ്ട്ര ചെയ്യുന്ന ജിബിൻ, മറ്റു വളണ്ടിയേഴ്സ്, വിവിധ സംഘടനാ നേതാക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ MG ശ്രീകുമാറിൻ്റെ പത്നിയെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ വൈകിയ വേളയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികളും ആഘോഷങ്ങളും നിങ്ങൾക്ക് എന്നും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു നല്ല പ്രോഗ്രാമായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ എൻ്റെ ചെറിയ വാക്കുകൾ ശ്രമിച്ച നിങ്ങളോടുള്ള സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ ഔപചാരികമായ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഈ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ കർമ്മനിരതനായ പ്രസിഡന്റ് ശ്രീ പി ഷാജിലാൽ അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. Please welcome Mr. P. Shajilal, the Honorable President of IMA, to preside this function. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഈ സദസ്സ് ധന്യമാക്കുന്ന എമിറേറ്റ്സ് മലയാളി അസോസിയേഷനിലെ കുടുംബാംഗങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ 2ാം വാർഷികം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. ആ ആഘോഷത്തിന് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കലാരംഗത്ത് 44 വർഷം പൂർത്തിയാക്കുന്ന അനധികൃത കലാകാരൻ ശ്രീ MG ശ്രീകുമാർ അവർകൾ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്ങര, ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീപ്രകാശ്, ട്രഷറർ ശ്രീ ഷാജി ജോൺ, എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ ഖാൻ പാറയിൽ, ജനറൽ സെക്രട്ടറി ശ്രീ സജിത് അരീക്കര, പ്രിയങ്കരനായ ട്രഷറർ ശ്രീ രാജശേഖരൻ വെടിത്തറയ്ക്കൽ, ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ഷിബു മുഹമ്മദ്, സംഘടനയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രഭാത് നായർ, രക്ഷാധികാരി ശ്രീ ഷാഹുൽ ഹമീദ്,
പ്രിയങ്കരനായ ഓഡിറ്റർ ശ്രീ അനിലടുക്കം, പ്രോഗ്രാം കമ്മിറ്റിയുടെ കോർഡിനേറ്ററും സെക്രട്ടറിയുമായ ശ്രീ അഭിലാഷ് രത്നാകരൻ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ഡയറക്ടർ ശ്രീ ബിനോയ് പിള്ളൈ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ജോയിന്റ് ജനറൽ കൺവീനർ ശ്രീ സുമിത് കെട്ടിടത്തിൽ, പ്രിയങ്കരനായ നമ്മുടെ MDTVയുടെ ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടോൺ, ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് നെന്മാറ, ഇന്ത്യൻ അസോസിയേഷൻ്റെ വിവിധ എക്സിക്യൂട്ടീവ് പദമലങ്കരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ, പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ശ്രീ ബാലേട്ടൻ നാരായണൻ നായർ തുടങ്ങി ആദരണീയരായ വിവിധ സംഘടനകളുടെ നേതാക്കൾ, പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഭാരവാഹികൾ, ഈ സദസ്സ് ധന്യമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ പേരിൽ സ്നേഹവന്ദനം. നിങ്ങൾ എന്നെ ശ്രവിക്കാനല്ല വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അഭിമാനമുണ്ട്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ 2ാം വാർഷികത്തിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന, വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഷാർജയുടെ മണ്ണിൽ ബഹുമാന്യനായ ഷേഖ് സുൽത്താൻ്റെ കലയോടും പുസ്തകത്തോടുമുള്ള എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ ഷാർജയുടെ മണ്ണിൽ മികച്ച ഒരു കലാകാരന്, കേരളത്തിൽ അറിയപ്പെടുന്ന കലാജീവിതത്തിൽ 44 വർഷം പൂർത്തിയാക്കുന്ന ശ്രീ MG ശ്രീകുമാറിനെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഈ മണ്ണിൽ വെച്ച് ആദരിക്കാൻ കിട്ടിയ അവസരത്തിന് എമിറേറ്റ്സ് മലയാളി അസോസിയേഷന് അതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന വ്യക്തിത്വമാണ് ശ്രീ MG ശ്രീകുമാർ. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച സുഖമില്ലായിരുന്നു എങ്കിൽ പോലും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ, നിങ്ങളെ കാണാൻ, ഷാർജയിലെ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ എന്തസുഖമുണ്ടെങ്കിലും ഞാൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞപ്പോൾ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനിലെ ഞങ്ങൾക്ക് ഓരോർക്കും അഭിമാനം തോന്നി. ആ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് അറിയിക്കുന്നു. ഒപ്പം എനിക്ക് സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത്, അഹോരാത്രം ഈ പരിപാടി തീരുമാനിച്ച അന്ന് മുതൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച ഇതിൻ്റെ സബ് കമ്മിറ്റിയുടെ ഓരോ കൺവീനർമാരെയും ഹൃദയത്തോട് ചേർക്കുന്നു, നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനെ സ്നേഹിക്കുന്ന എല്ലാവരെയും നെഞ്ചോട് ചേർക്കുന്നു. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ നൽകിയ സംഭാവന, സ്പോൺസർമാർ മറക്കാൻ കഴിയില്ല. ഞങ്ങൾ നിങ്ങളെ സമീപിച്ചപ്പോൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച ഓരോ സ്പോൺസർമാരെയും എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഒരു തടസ്സമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ അത് ഇല്ല, നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും തന്ന ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഭാരവാഹികളെ, അവരെയും ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളാണ് കരുത്ത്, നിങ്ങളാണ് ശക്തി. നാളുകളിൽ നിങ്ങളാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും കൂടെ നിൽക്കേണ്ടവർ. നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഓണറബിൾ പ്രസിഡന്റ് ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രിയപ്പെട്ട MG സാറിനെ അതിർപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ CPST ഓഫീസ് ബെയറേഴ്സ് തുടങ്ങിയ ആളുകളെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPST ലേഡി കൺവീനർ, ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ കമ്മിറ്റി, ഇനോഗ്രേറ്റർ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ശ്രീ MG ശ്രീകുമാർ ആൻഡ് IASൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 പേർ ചേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ കഴിഞ്ഞ 2 വർഷങ്ങളായി 730 ദിവസങ്ങളായി ഇമച്ചിമ്മാതെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരാഘോഷ രാവിലാണെന്ന് നിൽക്കുന്നത് ഇമോത്സവം 2026. അതിന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട
മുഖ്യാതിഥികളെ ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഐശ്വര്യപൂർണമായ മുഹൂർത്തത്തിലേക്ക് ഈ മഹോത്സവം എത്തുകയാണ്. 7 ദിക്കുകളിലേക്കുള്ള തിരിതെളിയിക്കപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. എന്ന പുതുവർഷം പിറക്കുമ്പോൾ വെളിച്ചമാകുന്ന ഈ തിരുനാളങ്ങൾ പല ദിക്കുകളിലേക്കും തെളിയട്ടെ എന്ന ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഈ അങ്കണത്തിൽ നിന്നും ഈ മഹോത്സവം 2026 പ്രഖ്യാപിക്കുകയാണ്. Indian Association President Nisar Talangara, Secretary and Treasurer of Indian Association Sharjah, Sri Prakash and Shaji John, Chairman and Shahulka, Mr. Mathukuti Kadon, the Chairman of NTV, also joining. GPST, CPST, the Chairman, President, Secretary, and Treasurer. All the leaders together, office bearers, Vanida Vibhagangal, the lady leaders of IMA, Emirates Malayali Association. എഴുതിക്കുകളിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ഈ മഹോത്സവം 2026 ഭദ്രദീപം തെളിയിക്കുകയാണ്. അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ, തമസോമ ജ്യോതിർഗമയ. General Convener, Vice Chairman, Mr. Prabhat, the Director, Mr. Binoy, the Honorary Auditor, Mr. Anil, എല്ലാവരും ചേർന്നുകൊണ്ട് തിരിതെളിയിക്കുകയാണ്. ഭദ്രദീപം തെളിഞ്ഞു കഴിഞ്ഞു. ഈ മഹോത്സവം 2026 തിരിതെളിഞ്ഞിരിക്കുകയാണ്. കൈയടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മുഹൂർത്തത്തെ വരവേൽക്കാം. ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നത് ഈ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മിസ്റ്റർ നിസാർ തളങ്കരയാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ഇനോഗ്രൽ സ്പീച്ചിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിമനോഹരമായ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സുഹൃത്ത് ഷാജിലാൽ, കേരളത്തിൻ്റെ സംഗീത സംഭാവന ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഗായകൻ MG ശിവകുമാർ, എൻ്റെ പ്രതിനിധീകരിക്കുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെയും ഇമയുടെയും നേതാക്കന്മാരെ, മുൻ പ്രസിഡന്റ് ബാലേട്ടൻ അടങ്ങുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ നേതാക്കന്മാരെ, ഇമയുടെ നേതാക്കന്മാരെ, മണിയേട്ടൻ അടങ്ങുന്ന പ്രിയങ്കരനായ നമ്മുടെ പ്രവേട്ടൻ അടങ്ങുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പർമാരെ, മറ്റു സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ അഭിവാദ്യം നേരുകയാണ്. നല്ലൊരു ദിനം നേരുകയാണ്. ഏതാനും മണിക്കൂറുകളായി നമ്മൾ ഈ പരിപാടികൾ തുടങ്ങിയിട്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സ്വപ്നലോകത്തിലൂടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിവിടെ കാഴ്ചവെക്കുന്ന ഈ പരിപാടി
ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഖാനടക്കമുള്ള ഓരോ പ്രവർത്തകർക്കും, സെക്രട്ടറി അടക്കമുള്ള ട്രഷറർ അടക്കമുള്ള ഓരോ അതിൻ്റെ നേതാക്കന്മാർക്കും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ആദരവ് ശ്രീകുമാർ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്ര, സംഗീത യാത്രയോടുള്ള നന്ദിയോട് കൂടി ഒരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. ചെറിയ കുട്ടികളും അതിൽ 3 തലമുറ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറേ കലാകാരന്മാരുണ്ട്. കുറേ കലാകാരന്മാർ മലയാളം ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ മഹാന്മാരായ കലാകാരന്മാർ വളരെ കുറച്ചേ സംഭാവന ചെയ്തിട്ടുള്ളൂ. ഈ മഹാന്മാർ എങ്ങനെ ആവുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. അതിൽ MG ശ്രീകുമാർ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പിതാവ് നിങ്ങളുടെ സംഗീതം ആസ്വദിച്ചു. എനിക്ക് അത് ആസ്വദിക്കാനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുഃഖത്തോടൊപ്പം സന്തോഷത്തോടൊപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. എൻ്റെ മകൾ അത് ആസ്വദിച്ചു. ഇപ്പോൾ എൻ്റെ പേരക്കുട്ടി പോലും നിങ്ങളുടെ പാട്ടുകൾ ആസ്വദിക്കുന്നു. അതുതന്നെയാണ് മഹാൻ എന്ന് പറയുന്നത്. 4 തലമുറയെ കേരളത്തിൻ്റെ സംഗീത ലോകത്തേക്ക് കൊണ്ടുപോയ മഹാനായ പാട്ടുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ MG ശ്രീകുമാർ. സച്ചിൻ ടെണ്ടുൽക്കർ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളെല്ലാം കണ്ട ഒരു മുഖമുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെത്. സക്സസ് ആയ സച്ചിൻ ടെണ്ടുൽക്കർ, ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. പക്ഷേ എൻ്റെ പിറകിൽ അതിനൊരു കഥയുണ്ട്. എൻ്റെ 13 വയസ്സ് മുതൽ എൻ്റെ 28 വയസ്സ് വരെ 15 വർഷം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല. എൻ്റെ വീട്ടിലെ ദീപാവലിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്കൊരു പടക്കം പൊട്ടിക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. രാവിലെ 3 മണിക്ക് എണീറ്റാൽ അന്നു മുതൽ എൻ്റെ ജീവിതം 15 വർഷം നിയന്ത്രിച്ചിരുന്നത് അത് മറ്റു പലരുമായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കൗമാരം, ബാല്യം, എൻ്റെ ജീവിതം എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഇന്ത്യയുടെ മഹാനായ ക്രിക്കറ്റർ എന്നൊക്കെ പറയും. എനിക്ക് പലപ്പോഴും തോന്നിയത്, ഈ മഹാനായ എന്ന് പറയുന്ന ആ കാറ്റഗറി അവർ ജീവിതത്തിൽ പലപ്പോഴും പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സാക്രിഫൈസിൻ്റെ ഒരു പരിണിതഫലമാണ് ഒരു സക്സസ്ഫുൾ സിംഗർ എന്ന് പേരെടുക്കാൻ ശ്രീ MG ശ്രീകുമാർ പറ്റിയെന്ന കാര്യത്തിൽ ആ സംശയമില്ല. അത് പ്രത്യേക കാരണമുണ്ട് ഞാൻ പറയാൻ കാരണം. 1 വർഷം മുമ്പ്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല, കൊച്ചിയിൽ നിന്ന് ഒരു വിമാനം പറക്കുന്നു ദുബായിലേക്ക്. ആ വിമാനത്തിൽ ഞാനും യാത്രക്കാരനായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് എനിക്ക് കിട്ടിയത് ശ്രീ MG ശ്രീകുമാറിനെ. അദ്ദേഹത്തിന് പത്നി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഷാർജ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, ഞങ്ങൾ തൊട്ടടുത്ത് സീറ്റാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ വിമാനത്തിൽ പോകുന്നൊരു ബുക്ക് കരുതും, അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണും. ബിസിനസ് ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി ഫെസിലിറ്റീസൊക്കെ കൂടുതലാണ് അതിൽ. സിനിമ കാണാൻ ഇരുന്ന് എന്നെ ഞെട്ടിച്ചത്, ആ 3.5 മണിക്കൂർ ഒരു മനുഷ്യൻ തൊട്ടടുത്ത് ഇരുന്നിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുക. അദ്ദേഹം US യാത്രയുടെ മധ്യയാണ് ഇവിടത്തേക്ക് വന്നത്. ആ 3.5 മണിക്കൂർ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ ഇത് മാറ്റിച്ച് ഞാൻ സുഖമായിട്ട് ഞാനും അത് ആസ്വദിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് 3.5 മണിക്കൂർ ആസ്വദിച്ചിട്ടാണ് ഞാൻ ദുബൈയിൽ ലാൻഡ് ആയത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അതാണ്. ഇങ്ങനെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തവർ മാത്രമേ ജീവിതത്തിൽ സക്സസ്ഫുൾ പേഴ്സൺ എന്നായിട്ടുള്ളൂ. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് MG ശ്രീകുമാറിനെ കാണാൻ പറ്റി. അദ്ദേഹത്തിനുള്ള ആദരവ് ഒരിക്കൽ കൂടി ഷാർജ ഇൻഡസ്ട്രി ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഇനിയും തലമുറകളിലൂടെ ഞങ്ങളുടെ നിങ്ങൾ ജീവിക്കട്ടെ, നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ ദൈവം തമ്പുരാൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 വർഷമാണ് ഈ ഭൂമിയിൽ, ഷാർജ എന്ന ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. പക്ഷെ അതിനു മുമ്പ് എത്രയോ കാലം വെൽ എക്സ്പീരിയൻസ് ലീഡേഴ്സാണ് ഇതിലുള്ളത്. മറ്റു പല സംഘടനകളിലൂടെ അവരൊക്കെ വളർന്നു വന്ന് ഇമ എന്ന പ്രത്യേകം ഒരു മലയാളി അസോസിയേഷൻ രൂപപ്പെടുത്തിയതാണ്. ആ രൂപപ്പെടുത്തിയ അസോസിയേഷൻ ഇന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒന്നിച്ചു പോകുന്നുണ്ട്. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, പിരിശത്തോടെ അവർ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനും അവർക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, തികച്ചും 3 മാസങ്ങൾക്ക് മുമ്പ്, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ മകൾ ലത്തീഫ ഷെയ്ഖ്, ഹിസ് ഹൈനസ് ഷെയ്ഖ് ലത്തീഫ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അറബ് മാസിക കൊടുത്തൊരു പ്രസംഗമാണ്. അത് പലപ്പോഴും പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത്, ലോകത്ത് ദുബായ് ഒരു അത്ഭുതമാണ്. ആ ദുബായ് അത്ഭുതം എന്ന് പറയാനുള്ള കാരണം ബുർജ് ഖലീഫയാണോ? അത് മാത്രമല്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റമാണോ? അത് മാത്രമല്ല. IT യുള്ള മുന്നേറ്റമാണോ? അതുമല്ല.
AI സാങ്കേതിക വിദ്യകളിൽ മുന്നോട്ട് പോകുന്നതാണോ? അതുമല്ല. അതെല്ലാമാണ്. എന്നാൽ അതോടൊപ്പം 180ഓളം രാജ്യങ്ങളുടെ വ്യത്യസ്ത തലത്തിലുള്ള സംസ്കാരങ്ങളെ ഒന്നിപ്പിച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ കൊണ്ടുപോകാൻ ഈ രാജ്യത്തിന് പറ്റുന്നു. അതാണ് ദുബായിയുടെ പ്രത്യേകത എന്ന് ഹെർ ഹൈനസ് പറയുകയുണ്ടായി. അതുണ്ടാക്കിയത് സ്നേഹത്തിലൂടെയാണ്, ബഹുമാനത്തിലൂടെ. എല്ലാ സംസ്കാരങ്ങളെയും സ്നേഹിക്കുക, എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കുക, എല്ലാ സംസ്കാരവും എൻ്റേതാണ് എന്ന് നമ്മൾ വിചാരിക്കുക. എന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തെ പ്രശ്നങ്ങൾ മാറി. അത് നടപ്പിലാക്കി രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മഹാനായ കലാകാരനെ ആദരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ നാട്, നമ്മുടെ നാടായാലും ഈ നാടായാലും, ഏത് സംസ്കാരങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള, ഒന്നിച്ച് ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ നമ്മളിലൊരുവാനാണ് എന്ന് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത നമ്മളുണ്ടായാൽ ഈ നാട് എത്ര സുന്ദരമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇമ അതിൻ്റെ പ്രത്യേകമായ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമയുടെ പ്രോഗ്രാം ഇവിടെ നടക്കണം എന്ന് ഷാർജ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. ഇവിടെ നടക്കണം. കാരണം ഇങ്ങനെയുള്ള സ്നേഹത്തിലുള്ള, ബഹുമാനത്തിലുള്ള പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതൽ ബഹുമാനമുണ്ടാവുന്നു, സ്നേഹമുണ്ടാവുന്നു, സാഹോദര്യം ഉണ്ടാവുന്നു. ആ സാഹോദര്യത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കണമെന്ന് ഷാർജ യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേക സാന്നിധ്യത്തിൽ, ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത്. അതിന് പ്രവർത്തിച്ച മുരളിയേട്ടൻ ഇവിടെയുണ്ട്, നമ്മുടെ മനാഫ് ഉണ്ട്, അവരോടൊക്കെ, യൂസഫ് ഖാൻ്റെ അവരൊക്കെ ഈ അവസരത്തിൽ ഞാൻ അവരുടെ പേരുകളും ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഈ നാട് നമ്മുടേതും കൂടിയാണ് എന്ന് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയൊന്നും വിഭാഗീയത ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ ജീവിച്ചാൽ ഇവിടെ എവിടെയും പ്രശ്നമില്ല. അതിൽ നമ്പർ 1 ഇന്ത്യക്കാരാണ്. ആ സർട്ടിഫിക്കറ്റ്സും നമ്മൾക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹിസ് ഹൈനസ് നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ, നമ്മൾക്ക് തരുന്ന സന്തോഷങ്ങൾ, നമ്മൾക്ക് തരുന്ന സപ്പോർട്ട് എല്ലാം ഇന്ത്യക്കാർക്കുള്ളത്. ഇന്ത്യ എൻ്റെ സഹോദര രാജ്യം എന്നാണ് എപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത്. അവർക്കൊക്കെ വലിയൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് മനോഹരമായ ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ മനോഹരമായ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി MG ശ്രീകുമാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ ഫോർ എ വണ്ടർഫുൾ ഇനോഗ്രൽ സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ ഓർമ്മിപ്പിച്ച ദുബായിയുടെ ബഹുസ്വരത, പല ആശയങ്ങളെയും പല വിശ്വാസങ്ങളെയും പല മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആ ബഹുസ്വരത, അത് തന്നെ എൻ്റെ ഒരു കൊച്ചു ഡോസാണ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ എന്ന ഇമ. കാരണം ഈ വേദിയിലിരിക്കുന്ന പലരും പല സംഘടനകളെയും തലപ്പത്തിരിക്കുന്ന, പല ആശയങ്ങൾ നിൽക്കുന്ന, പല പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാം ചേർത്തുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളെയും ചേർത്തുകൊണ്ട് എമിറേറ്റ്സിലെ മലയാളികൾക്കുള്ള ഏക അസോസിയേഷൻ എന്ന രീതിയിലൊരു മേൽക്കൂര കെട്ടുകയാണ് ഈ ഉള്ള ആളുകളെല്ലാം തന്നെ. അതിൻ്റെ 2ാം വാർഷികമാണ് പുരോഗമിക്കുന്നത്. താങ്ക്സ് എ ലോട്ട് സാർ ഫോർ യുവർ വണ്ടർഫുൾ സ്പീച്ച്. തുടർന്ന് നമ്മളോട് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് സാർ ക്ഷണിക്കുന്നു. എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്, പറയുന്നില്ല. TV നസീർ മുതൽ വലത്തേറ്റത്തിരിക്കുന്ന മിനിച്ചേച്ചി വരെ ഉള്ള എല്ലാവർക്കും സ്നേഹം. ഇടയിലുള്ള ശ്രീകുമാരേട്ടന് സ്നേഹം. ഇമയുടെ ഭാരവാഹികൾക്ക്, ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം. പ്രേമേട്ട, നിങ്ങൾക്കുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. നമുക്ക് ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ടാവും. ആ തെളിച്ചമെന്ന് പറയുന്നത് അമ്പരപ്പിൻ്റെ തെളിച്ചമാണ്. അത് കഴിഞ്ഞ് അത് തിരിച്ചറിവിൻ്റെ തെളിച്ചത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അതുപോലെ നമ്മൾ ജനിച്ച് വീണ് നമ്മളുടെ കാലങ്ങളിലേക്ക് പോകുമ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും ഈണങ്ങൾ നമുക്ക് ഇഷ്ടമാവും. പക്ഷേ ആ ഈണങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നിറമുണ്ട്, മണമുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ സംഗീതം നമ്മളിലേക്ക് എത്തിച്ചയാളാണ് ശ്രീകുമാർ. എൻ്റെ കാലത്ത്, അല്ലെങ്കിൽ എൻ്റെയും മധുവിൻ്റെയും ഒക്കെ കാലത്ത്, ഞങ്ങളുടെ മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ വിത്തുകൾ എങ്ങനെ എറിഞ്ഞു തരാമെന്ന് പാട്ടുകളിലൂടെ കാണിച്ചു തന്ന അദ്ദേഹമാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ, യൗവനത്തിലേക്ക്, ആ കാലത്തെ ഊർജ്ജസ്വലതയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പാട്ടുകളുടെ കാലത്തിലൂടെ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി എന്നാണ്. ഇമയെ സംബന്ധിച്ച് ഞാനത് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇമയോടാണ്. ഇമ എന്ന് പറയുന്നത് 2 വർഷക്കാലത്തെ യൗവനമുള്ള സംഘടനയാണ്. പക്ഷേ അത് ഇന്ത്യൻ അസോസിയേഷൻ്റെ യൗവനമാണ് എന്നാണ് ഇന്ന് തെളിയിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ യൗവനവും നിറഞ്ഞ കരുത്തോടെ, ആർജവത്തോടുകൂടെ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് ഇനിയും ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ.
നമ്മുടെ ചടങ്ങ് വളരെ ഹ്രസ്വമാക്കി കൊണ്ടുപോവുകയാണ്. വളരെ ചുരുങ്ങിയ പ്രസംഗത്തിലേക്ക് പോവുകയാണ്. എന്നാലും 2 ആളുകളുടെ ആശംസകൾ കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി പാട്രൺ ഷൗൽ അതും ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും സന്നിധിക്കുന്ന പ്രമുഖ വ്യക്തികളെ, തീർച്ചയായിട്ടും ഈ ഇമ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇത്രയും മഹത്തായ ഒരു പ്രോഗ്രാം നടത്തുന്നെന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ഒരു നിമിത്തം എന്ന പോലെ ഇതിൻ്റെ 1ാം വാർഷികവും 11 ജനുവരി 2025 അതുപോലെ ഇതിൻ്റെ 2ാം വാർഷികവും അതേ ദിവസം 11 ജനുവരി 2026 തന്നെ നമുക്ക് ഇത്രയും വലിയ ഒരു സംഘടന 2 വർഷം കൊണ്ട് ഇത്രയും മഹത്തായ വലിയ ഒരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സംഘടനാ പാഠവും തന്നെയാണ്. ഈ സംഘടനയാണെങ്കിൽ ജാതി മത രാഷ്ട്രീയം അല്ലെങ്കിൽ ഇതിൽ ഒന്നും വർഗവർണ്ണത്തിനെല്ലാം അതീതമായിട്ട് എങ്കിൽ ഈ സംഘടനയിലെ രാഷ്ട്രീയമുള്ളവരുണ്ട് എങ്കിൽ തന്നെയും ഇവിടെ അതൊന്നും പ്രതിഫലിക്കാതെ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ആൾക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു സംഘടന എന്ന് പറയാം. അത്രത്തോളം ഈ 2 വർഷം കൊണ്ട് ഈ സംഘടന ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി 3 മണിക്കൂറോളം ഇവിടെ പ്രോഗ്രാമുണ്ട്. നിങ്ങൾ ആ പ്രോഗ്രാം ആസ്വദിക്കുകയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആ കുട്ടികൾ ഇവിടെ ഒരു 15 മിനിറ്റോളം നമ്മൾ MJ ശ്രീകുമാറിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് നടത്തിയിരുന്നു. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ ഇനി സൈനോറ എല്ലാവരുടെയും പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ആസ്വദിക്കുന്നത് നിങ്ങളുടെ കൂടുതൽ അലസരപ്പെടുത്താതെ ഞാൻ എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ആശംസകൾ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ ഷാജി ജോണിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെയൊക്കെ പേര് പറയുക എന്നുള്ളത് വളരെ അതിസാഹസികതയായതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഇന്ത്യൻ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ കൊഴിഞ്ഞുപോയ കഴിഞ്ഞ 2 വർഷത്തിലെ പ്രസരിപ്പ് നിങ്ങളിലുണ്ട്. ഇന്നത്തെ ചുറുചുറുക്ക് നിങ്ങളിലുണ്ട്. നാളെയും ഈ ഇമ ഇന്ത്യൻ അസോസിയേഷനോട് ചേർന്ന് ഈ ഷാർജയുടെ ഭൂമികയിൽ ഉണ്ടാകണം. അതിനെല്ലാ പിന്തുണയും ഉണ്ടാകും. നിങ്ങൾ കണ്ണ് ചിമ്മാതെ ഇമ ചിമ്മാതെ ഈ ഇമയെ കൊണ്ടു നടക്കണം. ഒരുപക്ഷേ ഈ ഒരു പ്രതിസന്ധിയിൽ ഈ പ്രോഗ്രാം ഇവിടെ നടന്നു പോകുമോ എന്നൊരു ആശങ്ക ഉയർന്നപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ്റെ പൂർണ്ണമായ മാനേജിംഗ് കമ്മിറ്റി പൂർണ്ണമായും ഇന്ത്യൻ അസോസിയേഷൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് നാളെയും ഉണ്ടാകും. അത് ഇവിടുത്തെ ഒരു സംഘടനകൾക്കും ഒരു ദോഷവും തട്ടാതെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധരാണ്. അത് നാളെയും ഉണ്ടാകും, എല്ലാവരോടും ഉണ്ടാകും. ഈ പ്രോഗ്രാമിനും ഇമയ്ക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സദസ്സിൻ്റെ താല്പര്യവും സമയത്തിൻ്റെ അലഭ്യതയും മാനിച്ചുകൊണ്ട് ഈ വേദിയിൽ ഒരുപാട് പേര് ആശംസകൾ അറിയിക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിനു മുമ്പ് നമ്മുടെ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ ചുരുക്കുകയാണ്. നമ്മുടെ അനിലടക്കം ഓഡിറ്റർ, അതുപോലെ തന്നെ ഇമോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ഷിബു മുഹമ്മദ്, ലേഡി കൺവീനർ ബിന്ധ്യ അഭിലാഷ്, ഇമോത്സവം ഡയറക്ടർ ബിനോയ് പിള്ളൈ, ഇമോത്സവം കോർഡിനേറ്റർ അഭിലാഷ് രത്നാകരൻ, വൈസ് ചെയർമാൻ പ്രഭാത് നായർ, ജോയിൻറ്റ് കൺവീനർ സുമിത് കെട്ടിടത്ത്, അവരൊക്കെ ആശംസകൾ സദസ്സിനെ മാനിച്ചുകൊണ്ട് അവർ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മീഡിയ പാർട്ണർ കൂടിയായിട്ടുള്ള NTVയുടെ പ്രിയപ്പെട്ട ചെയർമാൻ മാത്തുക്കുട്ടി കടവണ്ണെ അതിരൂപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഈ പാട്ട് കാണിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. MG അണ്ണൻ പാടി നമ്മളെ പ്രണയിപ്പിച്ച ഒരുപാട് പാട്ടുകളുടെ കാര്യം ഇവിടെ കേട്ടു. ഞാൻ ഈ പാട്ട് കാണിച്ചത് 2014 റിലീസ് ചെയ്ത, നിങ്ങൾ അധികം പേര് കണ്ടിട്ടില്ലാത്തൊരു സിനിമയിലെ ഒരു പാട്ടാണ്. അത് പാടിയത് MG ശ്രീകുമാറാണ്. എന്ന് മാത്രമല്ല, ശ്രീ MG ശ്രീകുമാർ ആദ്യമായി പാടി അഭിനയിച്ച സിനിമയാണത്. സ്റ്റഡി ടൂർ എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തത് NTV ആണ്. അങ്ങനെ ഇമയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് MG അണ്ണനെ സിനിമയുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
ഇവിടെ കാൻപാറയിൽ പറഞ്ഞു ഈ സംഘടന രൂപീകരിക്കുന്നതിന് ഒരുപക്ഷെ പ്രേരണയായത് ഞാനായിരിക്കുമെന്ന്. വളരെ സന്തോഷം. അതെന്തും ആയിക്കോട്ടെ, പക്ഷേ ഈ സംഘടന ഇന്ന് ഇത്രയും വളർന്നു നിൽക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ്. കാരണം അത് ആദ്യമായി ഇനാഗുറേറ്റ് ചെയ്ത ആൾ ഞാനാണ്. 1ാം വാർഷികവും ഇനാഗുറേറ്റ് ചെയ്ത ആൾ ഞാനാണ്. അങ്ങനെ ഒരു പക്ഷെങ്കിൽ NTV നമ്പർ 1 ഇന്ത്യൻ ചാനലായി വളർന്നതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത ആളിൻ്റെ ഒരു ഗുണവും ഇതിന് ചെറുതായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. പക്ഷേ MG അണ്ണനോട് ഒരു വാക്ക് പറയാം. ഇന്നിവിടെ തന്ന ട്രിബ്യൂട്ട് ഇമയുടേത് മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന മുഴുവൻ UAE മലയാളികളുടേതുമാണ്. ഞങ്ങൾ NTVയുടേതാണ്, NTV പ്രേക്ഷകരുടേതാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സാർ. എപ്പോഴും ഭക്ഷണത്തിലെ വൈവിധ്യത കൊണ്ടുവരുന്ന താങ്കളുടെ പാട്ട് തന്നെ ഞങ്ങളെ വേറൊരു ലോകത്തേക്ക് എത്തിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻറ്റേഷൻ. നമ്മൾ ഈ ആളുകൾക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാരവാഹികളെല്ലാം പ്രതിനിധിച്ചുകൊണ്ട് ഒരു സ്ത്രീ സാന്നിധ്യം മാത്രമേ ഈ വേദിയിലുള്ളൂ. സ്ത്രീ സാന്നിധ്യത്തിൻ്റെ ശബ്ദം ഇത് കേൾക്കുന്നത് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി ഭാഗമാണെന്ന് വിശ്വസിക്കുകയാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ശ്രീമതി വിദ്യ അജിത്തിനെ ക്ഷണിക്കുകയാണ് ആശംസകൾക്കായി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാ സംഘടനയുടെയും വിജയത്തിന് അതിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കാൻ ഒരു വനിതാ വിങ് ഉണ്ടാവും. അതുപോലെ ശക്തമായൊരു വനിതാ വിങ് നമ്മുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷനുമുണ്ട്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ശ്രീ MG ശ്രീകുമാർ സാറിന് നമ്മുടെ സംഘടനയുടെ പേരിൽ ഒരു ആദരം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. എമിറേറ്റ്സ് മലയാളി അസോസിയേഷനും ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ആശംസകൾക്കായി നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രഭാത് നായരനെ അതിരൂർ ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം എല്ലാവരെയും റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് അവസാനം സംസാരിക്കാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം. 10-15 ദിവസം മുമ്പേ ഒരു നാടകം ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ട് ഈ വേദിയിൽ കുറച്ച് സമയം നിന്നിട്ടുണ്ട്. ഈ ദിവസത്തെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കി ഔചിത്യബോധം മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. 1000 ഇമാ പൂക്കുറ്റി ഇവിടെ ചിതറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അതേട്ടാൻ സൂചിപ്പിച്ചതല്ല, പൂക്കുറ്റി മത്താപ്പൂ ഒക്കെ വരാനിരിക്കുന്നുണ്ട് ഈ വേദിയിൽ. നമ്മൾ കാത്തിരിക്കുന്ന മൊമെൻറ്റിലേക്ക് കടക്കുകയാണ്. ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഒരു ചരിത്രമുണ്ട്. 2015 ഇതേ വേദിയിൽ വെച്ച് നമ്മുടെ ഗാനഗന്ധർവൻ സാക്ഷാൽ ദാസേട്ടനെ പട്ടും വളയും കൊടുത്ത് ആദരിച്ച വേദിയാണത്. അന്ന് മണിയേട്ടനൊക്കെയാണ് അതിന് ആദരവ് നേതൃത്വം കൊടുത്ത ആളുടെ ഉണ്ട്. ആ വേദിയിൽ ഇവർ 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ എന്ന് പറയുന്ന MG അണ്ണൻ, ശ്രീകുട്ടൻ, ശ്രീയേട്ടൻ, കുട്ടേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിൽ ഷാർജയുടെ UAEയുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ കേരളത്തിന് എങ്ങനെയാണ് അതുപോലെയാണ് ഷാർജ UAEക്ക് ഈ തലസ്ഥാനത്ത് വെച്ച് ആദരിക്കുകയാണ്. ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരുന്ന അവതാരകരോ ഇവിടെ പറയുന്ന ആളുകളൊക്കെ ഇത് സൂചിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ്. വർഷങ്ങൾ കഴിഞ്ഞ ഇതൊരു ചരിത്രമാണ്. ആ ചരിത്രമാണ് കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഇവിടെ നൃത്തത്തിലൂടെ ആ സ്വാഗതത്തിലൂടെ പലരെയും ഈറനണിയിച്ചുകൊണ്ട് നടത്തിയ നൃത്തം, സ്വാഗത നൃത്തം. നിങ്ങളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് അടുക്കുകയാണ്. സുഡിയോ ഷാർജ, കേൾക്കുന്നില്ല ഷാർജ? നിങ്ങളുടെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഈ ഒരു വേദിയും നിങ്ങളും ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. വൺസ് അഗൈൻ ഓവർ ടു AV. സംഗീതം ഒരു താരാട്ടുപാട്ടായി ഊണിലും ഉറക്കത്തിലും നിറഞ്ഞു നിന്ന വീട്ടിൽ നിന്നാണ് MG ശ്രീകുമാർ സ്വരമധുരമായ ഗാനവീഥിയിലേക്ക് ചുവടുവെച്ചത്. മലബാർ ഗോപാലൻ നായർ കമലാക്ഷി ദമ്പതിമാരുടെ മകന് സംഗീതം കൂടപ്പിറപ്പുകളായി കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടൻ MG രാധാകൃഷ്ണനും ചേച്ചി ഓമനക്കുട്ടിയും
എം ജി ശ്രീകുമാറിന്റെ സംഗീത പാരമ്പര്യത്തിൽ നിറവാർന്ന പ്രചോദനവും പ്രകാശവുമായിരുന്നു. ഭാര്യ ലേഖ സംഗീതം പോലെ എം ജി ശ്രീകുമാറിന്റെ ജീവിതത്തിൽ സന്തത സഹചാരിയായി. ഗാനഗന്ധർവ സ്വരത്തിനൊപ്പം മലയാളി നെഞ്ചേറ്റ് വാങ്ങിയ ആലാപന വൈവിധ്യത്തിന്റെ നിത്യഹരിത നാമമായി ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് എം ജി ശ്രീകുമാർ. നാദരൂപിണിയെ പാടിയുണർത്തുന്ന അതേ നാവുകൊണ്ട് കുട്ടിപ്പാട്ടുകാർക്കൊപ്പം കളിച്ചിരിയുമായി കൂട്ടുകൂടാനും സംഗീത സൗഹൃദങ്ങളിലെ പ്രിയപ്പെട്ട ശ്രീകുട്ടന് നിഷ്പ്രയാസം കഴിയും. മലയാളത്തിന്റെ അഭ്രപാളികളിൽ അത്ഭുതം വിരിയിച്ച പ്രിയദർശൻ, മോഹൻലാൽ, മണിയൻ പിള്ള രാജു, സുരേഷ് കുമാർ എന്നീ പ്രതിഭകളോടൊപ്പം മനസ്സിൽ സിനിമാ സ്വപ്നങ്ങളും കൊണ്ടു നടന്ന അവരുടെ സ്വന്തം ശ്രീകുട്ടൻ. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ 1983 പുറത്തിറങ്ങിയ കൂലി എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് എം ജി മലയാള മനസ്സുകളിലേക്ക് പടർന്നിറങ്ങിയത്. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. അവിടെ നിങ്ങോട്ട് എം ജി സമ്മാനിച്ചത് മലയാളത്തിന്റെ മനം കവർന്ന പ്രിയ ഗാനങ്ങളുടെ വർണ്ണവസന്തം. പ്രിയപ്പെട്ട ലാലുവിന്റെയും പ്രിയന്റെയും ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ എം ജി ശ്രീകുമാർ എന്ന ഈ പേരും മലയാള വെള്ളിത്തിരയിൽ പലതവണ തെളിഞ്ഞു. രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ഇളയരാജ, എസ് പി വെങ്കടേഷ്, വിദ്യാസാഗർ, ഔസേപ്പച്ചൻ, രഘുകുമാർ എന്നിവരുടെ എല്ലാം ഈണങ്ങളിൽ എം ജിയുടെ ശബ്ദം ചന്തം ചാർത്തി. പുതുതലമുറയിലെ സംഗീത സംവിധായകരോടൊപ്പം തോളോട് തോൾ ചേർന്നും അനേകം ഹിറ്റുകൾ തീർത്തു. അർദ്ധനാരി എന്ന സിനിമയുടെ നിർമ്മാതാവായി പ്രവർത്തിച്ച് സിനിമയിലെ വിവിധ മേഖലയിൽ കയ്യൊപ്പ് ചാർത്താനും അദ്ദേഹം തയ്യാറായി. തമിഴ്, തെലുങ്ക്, ഹിന്ദി ചിത്രങ്ങളിലൂടെ ഇന്ത്യയിലെ പ്രമുഖ ഗായകർക്കൊപ്പം എം ജിയുടെ പേരും പലതവണ എഴുതി ചേർത്തു. പ്രിയദർശൻ ചിത്രമായ അറബിയും ഒട്ടകവും ഉൾപ്പെടെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ 20-ലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും ഒരുക്കി. സംഗീത ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുഞ്ഞു പാട്ടുകാർക്ക് താങ്ങും തണലുമായി എം ജി ശ്രീകുമാർ ഇന്നും നിറഞ്ഞ ചിരിയോടെ നമ്മുടെ കൂടെയുണ്ട്. നിറഞ്ഞ കയ്യടികളോട് നമ്മൾക്ക് വരവേൽക്കാം ഒൻറ്റാറിയോ ഇമോത്സവം 2026 വേദിയിലേക്ക് വെൽക്കം എം ജി ശ്രീകുമാർ. ഷാർജയുടെ കരഘോഷത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. വെരി ഹാപ്പി ടു ഹാൻഡ് ഓവർ ദ മെമെന്റോ ആൻഡ് ഷോൾ. പൊന്നാട എണീച്ചുകൊണ്ട് ആദരിക്കുന്നതോടൊപ്പം തന്നെ മെമെന്റോ നൽകുന്നു. ചെയർമാനെയും പ്രസിഡന്റിനെയും ക്ഷണിക്കുകയാണ്. ചെയർമാൻ ശ്രീ ഖാൻ പാറയിൽ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ശ്രീ ഷാജി ലാൽ പി ചേർന്നുകൊണ്ട് ആദരിക്കുകയാണ്. പൊന്നാട അണിയിച്ചുകൊണ്ട് ഷാർജയുടെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതുവൽ കൂടി നൽകിക്കൊണ്ട് ഇന്ത്യൻ അസോസിയേഷൻ അങ്കണത്തിൽ വെച്ച് ശ്രീ എം ജി ശ്രീകുമാറിന്റെ 44 വർഷത്തെ സംഗീത ലോകത്തെ യാത്രയ്ക്കുള്ള ഒരു ആദരവ് കൂടിയാണ് നൽകുന്നത്. അതോടൊപ്പം മെമെന്റോ നൽകി ആദരിക്കുകയാണ്. മനോഹരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് സ്പോൺസേഴ്സിനുള്ള മെമെന്റോ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ സാറിനോട് 2 മിനിറ്റ് ഞങ്ങളോടൊപ്പം ഈ സ്റ്റേജിൽ സ്പെൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി ക്ഷണിക്കുന്നത് നമ്മുടെ പ്രസന്റിംഗ് സ്പോൺസറായ അറക്കൽ ഗോൾഡാണ്. അറക്കൽ ഗോൾഡിൻ്റെ ശംഷീർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മെമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന് ഷാളും ഉണ്ട്. അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോള് അണിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഷോൾ അണിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ശ്രീ അഭിലാഷ് രത്നാകരൻ ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് അർക്കൽ ഗോൾഡ് ശ്രീ ശംഷീറിന്. അദ്ദേഹത്തിനുള്ള മെമെന്റോ സമർപ്പിക്കുന്നു ശ്രീ എം ജി ശ്രീകുമാർ. അടുത്തതായി അൽമറായ റെന്റ് എ കാർ.
അൽമറായ റെൻറ്റേക്കാറിനുള്ള മിസ്റ്റർ തസ്നീം ഫ്രം അൽമറായ, അദ്ദേഹത്തിന് ഷോൾ അണിക്കുന്നതിന് വേണ്ടി ശ്രീ ഷിബു മുഹമ്മദിനെ ക്ഷണിക്കേണ്ടത് ജനറൽ കൺവീനർ. ഷോൾ അണിച്ചുകൊണ്ട് ആദരിക്കുന്നു ശ്രീ ഷിബു മുഹമ്മദ്, ദ ജനറൽ കൺവീനർ, ടു തസ്നീം അൽമറായ റെൻറ്റേക്കാർ. അദ്ദേഹത്തിനുള്ള മെമ്മറ്റോ സമർപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട MG സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. For Almaraya Rentekar Tasneem, Sri Shibu Muhammad is honoring with the shawl. പൊന്നാടി അണിച്ചുകൊണ്ട് ആദരിക്കുന്നു ശ്രീ ശിവ മുഹമ്മദ്, ജനറൽ കൺവീനർ ഇമോത്സവം 2026. അദ്ദേഹത്തിനുള്ള മെമ്മറ്റോ സമർപ്പിക്കുന്നതിന് വേണ്ടി MG സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തത് ബിസിനസ് എക്സലൻസ് അവാർഡാണ് അടുത്തായി നൽകുന്നത്. ഈ വർഷത്തെ ബിസിനസ് എക്സലൻസ് അവാർഡിന് അർഹനായിരിക്കുന്നത് മറ്റാരുമല്ല, ഒക്കെ പ്രിയപ്പെട്ട മോഡേൺ ഹെയർ ഫിക്സിങ്ങിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മുജീബ് തറമലാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മുജീബ് തറമൽ, ദ മാനേജിംഗ് ഡയറക്ടർ മോഡേൺ ഹെയർ ഫിക്സിംഗ്. ഷാൾ അണിക്കുന്ന ഡയറക്ടർ, ഷോ ഡയറക്ടർ മിസ്റ്റർ ബിനോയ് പിള്ളയെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പൊന്നാടി എണ്ണിച്ചുകൊണ്ട് ആദരിക്കുകയാണ് ശ്രീ ബിനോയ് പിള്ളൈ, ദ ഷോ ഡയറക്ടർ ഇമോത്സവം 2026. നിങ്ങളെ ഗ്രൂമിങ്ങിനും അതുപോലെ തന്നെ മോഡലാക്കി മാറ്റുന്നതിനുള്ളൊരു സുദൃഢമായ സ്ഥാപനമാണ് മോഡേൺ ഹെയർ ഫിക്സിംഗ്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ മുജീബ് തറമൽ ഈ വർഷത്തെ ബിസിനസ് എക്സലൻസ് അവാർഡ് അർഹനായിക്കൊണ്ട് പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളർത്തിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള മെമ്മറ്റോ നൽകാൻ വേണ്ടി ശ്രീ MG ശ്രീകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം Sir MG Shikumar to hand over the memento, the Business Excellence Award to Mr. Mujib Taramal. The Lady Entrepreneur, Mrs. Shobhana Rajashekhar. The Lady Entrepreneur, Mrs. Shobhana Rajashekhar, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The Lady Entrepreneur 2026 Award goes to Shobhana Rajashekhar. ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി ബിന്ദിയ അഭിലാഷിനെ ക്ഷണിക്കുകയാണ്. Mrs. Vidya Abhilash to honor with the golden shawl. മെമ്മറ്റോ നൽകുന്നതിന് വേണ്ടി MG സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബിസിനസ് എക്സലൻസ് അവാർഡ് ഒന്നുകൂടി നൽകുന്നുണ്ട്. ലേഡി ഓൺട്രപ്രണറിനുള്ള കയ്യടി ഒന്ന് ഉഷാറാവട്ടെ. ബിസിനസ് ഓൺട്രപ്രണർ അടുത്ത അവാർഡ് നൽകുന്ന മിസ്റ്റർ അഫ്സൽ, മാനേജിംഗ് ഡയറക്ടർ മിഡിൽ ഈസ്റ്റ് ഫർണിച്ചർ. മിസ്റ്റർ അഫ്സൽ, ദ മാനേജിംഗ് ഡയറക്ടർ മിഡിൽ ഈസ്റ്റ് ഫർണിച്ചറിനുള്ള ഉപഹാരമാണ്. ഫർണിച്ചർ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് മിഡിൽ ഈസ്റ്റ് ഫർണിച്ചർ. അദ്ദേഹത്തിൻ്റെ ഷോളാണിക്കുന്ന മിസ്റ്റർ സുമിത്തിനെ ക്ഷണിക്കുകയാണ്. ദ ജോയിന്റ് ജനറൽ കൺവീനർ മിസ്റ്റർ സുമിത് കെട്ടിടത്തിൽ, ഓണറിംഗ് വിത്ത് ഗോൾഡൻ ഷോൾ. അദ്ദേഹത്തിന് മെമ്മറ്റോ നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MG സാറാണ്. അദ്ദേഹത്തെ മെമ്മറ്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി MG സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബിസിനസ് എക്സലൻസ് അവാർഡിന് ഒരു സ്ത്രീരത്നം കൂടി അർഹയായിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മിനി ചേച്ചി, മിനി മണികണ്ഠൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലേഡിയം മണിച്ചേട്ടനെ കൂടി ഈ വേദിയിലേക്ക്, സാധാരണ സഹധർണിമാർ കൂടെ വരാറുണ്ട്. മണിച്ചേട്ടൻ്റെ ഒരു സഹായവും അതുപോലെ തന്നെ പിന്തുണയും നമുക്ക് ഈ വേദിയിൽ കൂടി ആവശ്യമാണ്. മിനി ചേച്ചി, മണിച്ചേട്ടൻ പ്ലീസ് വെൽക്കം. മണ്ഡല ആർട്ടിലൂടെ വിപ്ലവ സൃഷ്ടിയാണ്. അത് അവരൊരു മണ്ഡല ആർട്ട് ഈ ഉപഹാരം സ്വീകരിച്ചതിന് ശേഷം നമ്മളിവിടെ കാണുന്നതായിരിക്കും, അത് അവർ കൈമാറുന്നതായിരിക്കും. നമ്മൾ ആദ്യമായി പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഷൈനി ഖാനെ ക്ഷണിക്കുകയാണ്. ഷൈനി ഖാൻ ടു ഓണർ വിത്ത് ദ ഗോൾഡൻ ഷോൾ. ഷൈനി ഖാൻ, പ്ലീസ് വെൽക്കം ടു ഓണർ മിനി മാം വിത്ത് ദ ഗോൾഡൻ ഷോൾ. ശ്രീമതി മിനി മണികണ്ഠന് മെമ്മറ്റോ നൽകി ആദരിക്കാൻ വേണ്ടി MG സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ശ്രീ MG ശ്രീകുമാർ ഹാൻഡിങ് ഓവർ ദ മെമ്മറ്റോ ടു മിനി മണികണ്ഠൻ. സാധാരണ ചിത്രങ്ങളിൽ നിന്നും ഏറെ ചേച്ചിക്കുള്ള മെമ്മറ്റോ കൈമാറുന്നതിൻ്റെ MG സാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി മിനി മണികണ്ഠൻ.
മിനി മണികണ്ഠൻ ആശയങ്ങളെ ചിത്രരൂപത്തിലേക്ക് പകർത്തുന്ന അത്ഭുതമാണ് ചിത്രകല. രേഖകളും വർണ്ണങ്ങളും ചേർന്ന മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ജനിക്കുന്ന ചിന്തകളും വികാരങ്ങളും കാഴ്ചക്കാരന്റെ മനസ്സിൽ തൊട്ടുണർത്തുന്ന കലാരൂപം. അതാണ് മിനി മണികണ്ഠൻ തെരഞ്ഞെടുത്തത്. പക്ഷേ അവർ കണ്ടെത്തിയ വരയുടെ പ്രതലങ്ങൾ സാധാരണ ചിത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തം. മണ്ഡല ആർട്ട് എന്ന ചിത്രകലയും കൂടെ കൃഷിയും ഹോബിയാക്കി പ്രവാസ ജീവിതത്തെ തന്നെ മാതൃകയാക്കിയ കലാകാരി. മണ്ഡല വൃത്തം എന്നർത്ഥം വരുന്ന സംസ്കൃത പദം. ആ വൃത്തത്തെ ആധാരമാക്കി ജാമിതീയ രൂപങ്ങളും മനോഹരമായ പാറ്റേണുകളും ചേർന്ന് മിനി മണികണ്ഠൻ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചില്ലുകുപ്പികൾ, മിനുസമുള്ള കല്ലുകൾ, ചെടിച്ചട്ടികൾ, സാധാരണ വസ്തുക്കളിൽ പോലും അവരുടെ ക്ഷമയും ഏകാഗ്രതയും ചേർന്നപ്പോൾ അജ്മാനിലെ വീട് മുഴുവൻ കലയുടെ മന്ദിരമായി മാറി. UAE ആസ്ഥാനമായ G-Mark മിഡിൽ ഈസ്റ്റിന്റെ ഡയറക്ടറായിട്ടും പ്രവാസ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ഓഫീസ് സമയം കഴിഞ്ഞാൽ മണിക്കൂറുകൾ ചെലവിട്ട് ഓരോ ചിത്രവും പൂർത്തിയാക്കുന്ന കലാപ്രേമം. ഭർത്താവ് വ്യവസായിയും ജീവകാരുണ്യ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ മണികണ്ഠൻ മേലത്ത്. അദ്ദേഹത്തിന്റെ പ്രേരണയും പിന്തുണയും ഏറെ പ്രോത്സാഹനമായി. ബിസിനസ്സിൽ സഹായിക്കുക മാത്രമല്ല, വീട്ടുപരിസരത്തെ പച്ചക്കറി കൃഷിയും നിരവധി ചെടികളും നട്ടുവളർത്തി അത്ഭുതം തീർക്കുന്ന മിനിയെ ഒരു പ്രവാസി വനിതയെന്ന നിലയിൽ മാതൃകയാക്കാവുന്നതാണ്. വിത്താൾ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ മിനിയുടെ പരിശ്രമത്തിന്റെയും പ്രതിഭയുടെയും തെളിവുകളാണ്. ഇന്ന് കലാപ്രവർത്തനങ്ങൾക്കും പച്ചക്കറി കൃഷിക്കും ജീവിതത്തെ അലങ്കരിക്കുന്ന സൃഷ്ടികൾക്കും പ്രചോദനമായി മാറിയിരിക്കുന്നു. മിനി മണികണ്ഠൻ നമ്മോട് പറയുന്നത് വിശ്രമവേളകളെ ഉപയോഗിച്ച് സൃഷ്ടിയെ ആഘോഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം ആനന്ദകരമാകുന്നത് എന്നാണ്. വർണ്ണങ്ങളും രൂപങ്ങളും ചേർന്ന സമന്വയത്തോടെ തന്റെ ഏകാഗ്രതയും ആത്മവിശ്വാസവും ചേർന്ന് പൂർത്തിയാക്കുന്ന ഓരോ മനോഹര ചിത്രം പോലെയായ മിനി മണികണ്ഠന്റെ ജീവിതം ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനവും മാതൃകയുമായി മാറുന്നു. ഇതേ വേദിയിൽ വെച്ച് ദാസേട്ടന് പട്ടുമുളയും കൊടുക്കുന്നത് മിനിച്ചേച്ചിയും മണികണ്ഠേട്ടൻ്റെ കൂടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. ഇപ്പോൾ സാറിൽ നിന്നും ഒരു ഉപഹാരം സ്വീകരിച്ച മിനിച്ചേച്ചി സാറിന് മാമിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മണ്ഡല ആർട്ട് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ ചെയ്തിട്ടുള്ള മണ്ഡല ആർട്ടാണ് നൽകുന്നത്. മാമിനെ കൂടി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാർജയുടെ നിറഞ്ഞ കൈയടികൾ ഇവിടെ വേണം. അന്ന് ദാസേട്ടന് പട്ടുമുളയൊക്കെ പ്രഭചേച്ചി ആദ്യമായിട്ടാണ് വേദിയിൽ കയറണമെന്ന് പറഞ്ഞു ദുബായിൽ വന്നിട്ട്. അങ്ങനെ പ്രഭചേച്ചിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേദിയിൽ കിട്ടിയിരുന്നു. മാമിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ മണ്ഡലാട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ചേച്ചി ക്ഷണിക്കുകയാണ്. മണിയേട്ടന് കൂടെ ഒന്ന് വരും പ്ലീസ്. മണിയേട്ടൻ എന്നാലത് പൂർണ്ണമാവുള്ളൂ. ഈ ഒരു കോറം പൂർണ്ണ മണിയേട്ടന് കൂടി കടന്നു വരേണ്ടതാണ്. G-Mark മണിയേട്ടനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ചേച്ചിയുടെ ഓരോ പ്രവർത്തനത്തിനും മണിയേട്ടൻ്റെ പിന്തുണ നിസ്സീമമാണ്. ഇവിടുത്തെ ഓരോ പ്രവാസികൾക്കും അദ്ദേഹത്തിൻ്റെ പിന്തുണ നിസ്സീമമാണ്. പ്ലീസ് വെൽക്കം മണിയേട്ടൻ ആൾസോ ടു ജോയിൻ ദിസ് ഹാൻഡിംഗ് ഓവർ സെറിമണി. സോ മിനി ചേച്ചി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മണ്ഡല ആർട്ട് രണ്ടുപേർക്കും ഗണപതിയുടെ ചിത്രം കൂടിയാണ്. വിഘ്നങ്ങളെല്ലാം മാറട്ടെ. ഒരുപാട് വിഘ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് വരെ എത്തിച്ചേർന്നത്. ആ വിഘ്നങ്ങളെല്ലാം ഇനിയും മാറട്ടെ എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ് വിഘ്നേശ്വരൻ്റെ മനോഹരമായ സ്വാഗത ചിത്രം. താങ്ക് യു സാർ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്ത പുരസ്കാരം നൽകുന്നത് ഫാസ്റ്റ് ബിസിനസ് ലൈന് വേണ്ടിയാണ്. മിസ്റ്റർ ഹിലർ അബ്ദുള്ളയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ ഹിലർ അബ്ദുള്ള, ഫാസ്റ്റ് ബിസിനസ് ലൈൻ. വേറൊരു കാര്യം കൂടെ. കാഞ്ഞങ്ങാട് പലേഡിയം എന്നൊരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്ത് കൺവെൻഷൻ സെൻറ്റർ വലുതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്പർ 1 ഓക്കെ. അപ്പോൾ 360 ഡിഗ്രി. അല്ല, ഞാനിതെല്ലാം കണ്ടതാ. ഞാനായിരുന്നു അന്ന് ഗാനമേള നടത്തി ഉദ്ഘാടനം ചെയ്തത്. താങ്ക് യു. ഇതെല്ലാം ഒരു നിമിത്തമാണ്. ഈ ഒരു സർക്കിളിനകത്താണ്, യൂണിവേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു മാം, താങ്ക് യു മണിയേട്ട, താങ്ക് യു മിനി ചേച്ചി. അടുത്തായി ഫാസ്റ്റ് ബിസിനസ് ലൈനിന് വേണ്ടി മിസ്റ്റർ ഹിലർ അബ്ദുള്ള അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. റോബിൻ ചേട്ടാ കുട്ടിക്ക് കുറക്കണ്ട. ഹിലർ അബ്ദുള്ള, ഫാസ്റ്റ് ബിസിനസ് സെന്റർ.
താങ്ക് യു സോ മച്ച് സർ ആൻഡ് സോറി താങ്ക് യു സോ മച്ച് മാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മിസ്റ്റർ ഹിർലാൽ അബ്ദുള്ള, ഫാസ്റ്റ് ബിസിനസ് ലൈൻ. ഷാൾ അണിയിച്ച് അതിരിക്ക് വേണ്ടി മിസ്റ്റർ സതീഷ് പാടി ക്ഷണിക്കുകയാണ്. മിസ്റ്റർ സതീഷ് പാടി ടു ഓണർ വിത്ത് ഷോൾ. സതീഷ് പാടി, സജീർ സ്കൈടെക്സ്, സജീർ സ്കൈടെക്സ്. Mr. Sajid Skatex honoring with the shawl. മെമ്മൻറ്റോ നൽകുന്നതിനുവേണ്ടി ശ്രീ എം ജി ശ്രീകുമാർ സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ടു ഹാൻഡ് ഓവർ ദ മെമ്മൻറ്റോ ടു മിസ്റ്റർ ഹിലർ അബ്ദുള്ള, ഫാസ്റ്റ് ബിസിനസ് ലൈൻ. അടുത്ത സോഷ്യൽ കോൺട്രിബ്യൂഷനുള്ള പുരസ്കാരമാണ്. യു എയിലെ സാമൂഹിക രംഗത്ത് വിശേഷിച്ച ഷാർജ എമിറേറ്റിലെ മറ്റൊരു സ്ഥലങ്ങളിലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ അബ്ദുള്ള കബാൻ പാലം, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റമദാൻ ക്യാമ്പുകളിലും അതുപോലെ തന്നെ വിസിറ്റിൽ വരുന്ന പല അശരണരായ ആളുകൾക്കൊക്കെ തന്നെ ഒരു കൈത്താങ്ങാകുന്ന അദ്ദേഹത്തിൻ്റെ സമീപനവും പ്രവർത്തനങ്ങളും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ ഈ രാജ്യത്ത് സുദൃഢമായി നൽകുന്നതാണ്. അദ്ദേഹത്തെ അതിരൂറും ആദരിക്കുകയാണ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ. പ്രിയ സഹോദരനും ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനമായ ശ്രീ അബ്ദുള്ള കമാൻ പാലം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടു റിസീവ് ദ ഓണർ, അദ്ദേഹത്തെ ഷോൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ഷജീർ സ്കൈടെക്കിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ഷജീർ സ്കൈടെക് ഓണറിംഗ് വിത്ത് ദ ഗോൾഡൻ ഷാൾ. ഷജീർ സ്കൈടെക്. ജീവകാരുണ്യ പ്രവർത്തന നിസ്സീമമായ പുഞ്ചിരിച്ചുകൊണ്ട് ഏവരെയും സമീപിക്കുന്ന, സ്നേഹത്തോടുകൂടി ഏവരെയും കൈത്താങ്ങായി നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ളക്കാക്കുള്ള പുരസ്കാരമാണ് ഈ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മെമ്മൻറ്റോ നൽകുന്നു ശ്രീ എം ജി ശ്രീകുമാർ. അടുത്ത സോഷ്യൽ വർക്കിൽ നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ഖാൻ പാറയിലാണ്. അദ്ദേഹം നൽകുന്ന പ്രവർത്തനങ്ങൾ ഒരു സംഘടനയിൽ മാത്രമല്ല, വിവിധ സംഘടനകളിലൂടെ നിന്നുകൊണ്ട് മറ്റ് സംഘടനകൾക്കുള്ള പ്രവർത്തനങ്ങൾ വരെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഖാൻ പാറയിൽ. ബോളിവുഡിൽ നേതൃത്വം കൊടുക്കുന്ന ഖാൻ പോലെ തന്നെ യു എയിലെ മറ്റു സാംസ്കാരിക നേതൃത്വത്തിൽ ഒരു ഖാനുണ്ട്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഖാൻ പാറയിൽ. അഡ്വക്കേറ്റ് ഫരീദ്, അഡ്വൈസറി മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് ഫരീദ് സാറിനെ ക്ഷണിക്കുകയാണ് ഷാൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടി. ശ്രീ ഖാൻ പാറയിൽ ആദരിക്കപ്പെടുകയാണ് ഇമോത്സവം 2026. അദ്ദേഹത്തിന്റെ സാമൂഹ്യ രംഗത്തെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് ശ്രീ അഡ്വക്കേറ്റ് ഫരീദ്, അഡ്വൈസറി മെമ്പർ. അദ്ദേഹത്തിന് മെമ്മൻറ്റോ നൽകി ആദരിക്കുന്നു ശ്രീ എം ജി ശ്രീകുമാർ. അടുത്ത സോഷ്യൽ കോൺട്രിബ്യൂഷൻ ശ്രീപ്പെട്ട ഹരിലാൽ സാറിനെ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ഹരിലാൽ, ദ ഓണററി ഓഡിറ്റർ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 90% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ശ്രീ ഹരിലാൽ. ഈ സ്ഥാപനത്തിലെ തന്നെ സ്പെഷ്യൽ സ്കൂളിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തെ ഷോൾ അണിയിച്ചുകൊണ്ട് ശ്രീ ദിലീപ് ഉസാണ്ടം ഷോൾ അണിയിച്ച് ആദരിക്കുകയാണ്. ദിലീപ് ഭായ് അദ്ദേഹം ക്ഷണിക്കുകയാണ് ഷോൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടി. ദിലീപ് ഉസാണ്ടം, ശ്രീ ദിലീപ് ഉസാണ്ടം ഇസ് ഓണറിംഗ് വിത്ത് ദ ഗോൾഡൻ ഷോൾ. 2010 മുതൽ നിശ്ചയദാർഢ്യമുള്ള കുട്ടികൾക്കായിട്ട് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്ന സമയവും അദ്ദേഹത്തിൻ്റെ ഊർജ്ജവും നിസ്തുലമാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഓണററി ഓഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മെമ്മൻറ്റോ നൽകി ആദരിക്കുന്നു ശ്രീ എം ജി ശ്രീകുമാർ. അടുത്ത സ്റ്റീലെക്സ് ബിൽഡിംഗ് മെറ്റീരിയൽ, വൺ ഓഫ് അവർ സ്പോൺസേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജശേഖരൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ രാജശേഖരൻ, മാനേജിംഗ് ഡയറക്ടർ, സ്റ്റീലെക്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമ്മുടെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം എന്നുള്ള സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് കം ദ ഗ്രീൻ ഒപ്റ്റിക്കൽസ്. പ്രിയപ്പെട്ട അഭിലാഷ് രത്നാകരൻ, നമ്മുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് ശ്രീ അഭിലാഷ് രത്നാകരൻ. ഗ്രീൻ ഒപ്റ്റിക്കൽസ്. ദ ഷ്രിങ്ക് പാക്ക്, ശ്രീ കൃഷ്ണ സതീഷ്, ശ്രീമതി കൃഷ്ണ സതീഷ്, ഷ്രിങ്ക് പാക്ക്. മൂവിംഗ് ഫോർവേഡ്, അനിൽകുമാർ ഓഡിറ്റിംഗ് LLC. അനിൽകുമാർ ഓഡിറ്റിംഗ് LLC. അനിൽകുമാർ ഓഡിറ്റിംഗ് LLC.
Green Line Interiors. Green Line Interiors. Musandam Holidays. Dilip Bhai. Mr. Dilip Samath. Musandam Holidays nu vendi Mr. Dilip Samath ക്ഷണിക്കുകയാണ്. Musandam Holidays. After Musandam Holidays, please welcome Stories Real Estate. Stories Real Estate. സ്റ്റോറീസ് റിയൽ എസ്റ്റേഷൻ മിസ്റ്റർ അമർ ചന്ദ്രശേഖരൻ, ഡാൻസ് മാസ്റ്റർ, ട്രിബ്യൂട്ട് എം ജി സാറിനുള്ള ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കോറിയോഗ്രാഫി കൂടി ചെയ്തിട്ടുള്ള അമർ ചന്ദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മെമ്മറി സ്വീകരിക്കുന്നതിന് വേണ്ടി. മിസ്റ്റർ അമർ ചന്ദ്, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വളരെ മനോഹരമായിട്ടുള്ള ട്രിബ്യൂട്ട് സോങ് നടന്നത്, ട്രിബ്യൂട്ട് ഡാൻസ് നടന്നത്. അദ്ദേഹത്തിന് മെമ്മറി നൽകുകയാണ് എം ജി സാർ. വാട്ട് എ വണ്ടർഫുൾ, കണ്ണൻ മാഷ് എന്ന സ്നേഹപൂർവ്വം ഞങ്ങൾ വിളിക്കുന്ന അമർചന്ദ് സാർ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ വണ്ടർഫുൾ ജോബ്. Lee Contracting and General Maintenance. Lee Contracting and General Maintenance. Please welcome to receive the memento. Mrs. Divya Ujay to receive the memento from Mr. M.G. Srikumar, Lee Contracting General Trading LLC. Thank you, M.G. Srikumar sir. Thanks for your wonderful presence. You may be seated, please. Thank you so much, sir. ബാക്കി ഭാരവാഹികളോട് സ്റ്റേജിൽ തന്നെ നിൽക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സൈനോറ ഫിലിപ്പ്, അതുപോലെ തന്നെ ശ്യാംലാലൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഈ ചടങ്ങ് 2 മിനിറ്റിനുള്ളിൽ തീർക്കുന്നതായിരിക്കും. മറ്റ് സ്പോൺസേഴ്സിനുള്ള മെമ്മന്റ് നൽകുകയാണ്. സ്കൈടെക് ഫാബ്രിക്സ്. സ്കൈടെക് ഫാബ്രിക്സ്. Can we have anyone from Skytech Fabrics, please? Skytech Fabrics. Everyday Center. Shawland Cooling System. Shawland Cooling System. GTI Group. GTI Group. IAS Aikra. IAS Aikra. GTI. GTI Group, followed by IAS Aikra. Al-Zamil Tours. Al-Zamil Tours. Kitty British Nursery. Alert Ramla Restaurant. Nisar. Kitty British Nursery. Kitty British Nursery. LED Restaurant. Nisar. ചടങ്ങ് ഇവിടെ പൂർണ്ണവും. നമ്മൾ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ചടങ്ങ് ഗംഭീരം ഗംഭീരം. അധികം പ്രസംഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മളധികം പ്രസംഗിച്ചിട്ടില്ല. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുന്നത് ഇമയുടെ എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രഷറർ രാജശേഖരൻ വിടുത്തറക്കൽ, അദ്ദേഹത്തെ നന്ദി പ്രകാശിപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, എനിക്കറിയാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഗാനമേളയ്ക്ക് വേണ്ടി. നന്ദി പ്രകാശനം എൻ്റെ കടമയാണ് എന്ന് അഭിസംബോധന ചെയ്ത് ഞാൻ തുടങ്ങാം. എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഇന്നത്തെ യോഗാധ്യക്ഷനുമായ ആദരണീയ ഷാജിലാൽ, ആദരണീയ ചെയർമാൻ ഖാൻ പാറയിൽ, ഇന്നത്തെ ഉദ്ഘാടകൻ IAS പ്രസിഡന്റ് നിസാർ തളങ്കര, മറ്റുള്ള പേരെടുത്ത് പറയുന്നില്ല എല്ലാ വിശിഷ്ട വ്യക്തികളും, പ്രത്യേകിച്ച് നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയ നമ്മുടെ MG ശ്രീകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ലേഖ മാം, എമിറേറ്റ്സ് മലയാളി, കാരണം പെട്ടെന്ന് തീർക്കാനുള്ള ഒരിതാണ്. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇമയുടെ 2ാം വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ
നടക്കുന്നുള്ളത് ഈ മഹോത്സവം. ഇതിന് ഈ വിജയത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ആദ്യം തന്നെ ഇമയുടെ പ്രസിഡന്റും ഇന്നത്തെ യോഗാധ്യക്ഷനുമായ ഷാജിലാൽ, അതുപോലെ തന്നെ ചെയർമാൻ ഖാൻ പാറാവർകൾക്കും ഇമയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ IAS പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്കര അവർകൾക്കും, അതുപോലെ തന്നെ ട്രഷറർക്കും നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പറയാതിരിക്കാൻ വയ്യ, നമ്മൾക്കെല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ വേണ്ടി ഇന്നത്തെ നിയമാവലിയിൽ വളരെയധികം കർശനമായിട്ടുള്ള നിയമമാണ് ഇവിടെ ഉള്ളത്. അതിനുള്ള അംഗീകാരവും എല്ലാം നമുക്ക് നേടിത്തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര നയിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി ലേഖ ശ്രീകുമാർ അവർകൾക്കും എമ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ മെയിൻ സ്പോൺസർമാർ പ്രസൻറ്റർ അറക്കൽ ജ്വല്ലറി, നമ്മൾക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല, എൻ്റെ കടമയാണ്, എനിക്ക് അത് കുറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ ഞാൻ പറയാം. പ്രസൻറ്റർ അറക്കൽ ഗോൾഡ്, സ്പോൺസർമാരായ ഒൻറ്റാരിയോ, അൽമറായ റെൻഡേക്കാർ, സ്റ്റീലക്സ് ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് LLC, മോഡേൺ ഹെയർ ഫിക്സിംഗ്, മിഡിൽ ഈസ്റ്റ് ഫർണിച്ചർ, പലേഡിയം, G-Mark മിഡിൽ ഈസ്റ്റ്, ഗ്രീൻ ഒപ്റ്റിക്കൽസ്, ഷ്രിങ്ക് പാക്ക് എന്നീ തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും, കോ സ്പോൺസർമാർക്കും, എല്ലാ സപ്പോർട്ടിംഗ് സ്പോൺസർമാർക്കും ഈ മഹോത്സവത്തിന് സഹകരണം നൽകി സഹായിച്ച എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇമയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. സയനോരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്യാംലാലിനും എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ ചാലിച്ച നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ സ്പീച്ച്. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് പൂർണ്ണമായതായിട്ട് അറിയിക്കുകയാണ്. Honoring Mr. Hilar Abdullah, Managing Director of Fast Business Line, a symbol of vision and success. അദ്ദേഹത്തിന്റെ കൂടെ നിലകൊള്ളുന്ന മിസ്റ്റർ മുഹമ്മദ് അറഫാത്ത് കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന വിശ്വസ്ത പങ്കാളിയാണ്. സ്വയം വിശ്വാസത്തോടെ ധൈര്യത്തോടെ അദ്ദേഹം സംരംഭകയാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും ഡിസിപ്ലിനും സ്മാർട്ട് ഡിസിഷൻസ് എന്നിവയിലൂടെ അദ്ദേഹം ഓരോ ഘട്ടവും കടന്ന് ബിസിനസ് മുന്നോട്ട് നയിച്ച് വിഷൻ യാഥാർത്ഥ്യമാക്കി മാറ്റി. ഒരു ബിസിനസ് സൈറ്റിൽ തുടങ്ങി ഇന്ന് 10ഓളം വിജയകരമായ ബിസിനസ് സൈറ്റുകളായി വളർന്ന് ഐഫോൺ ട്രേഡിംഗ്, ഗോൾഡ് ട്രേഡിംഗ് ഉൾപ്പെടെ 40-ൽ പരം പ്രതിജ്ഞാബദ്ധ പ്രൊഫഷണലുകൾ ചേർന്ന് മികച്ച പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ UAE ബിസിനസ് സമൂഹത്തിൽ മികച്ച നേതൃത്വം, ശ്രേഷ്ഠത, സ്ഥിരത എന്നിവയ്ക്കുള്ള പ്രസിദ്ധ അവാർഡുകളും ആദരങ്ങളും നേടി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അംഗമായും അദ്ദേഹം അംഗീകൃതനാണ്. അദ്ദേഹത്തിന്റെ യാത്ര വ്യത്യസ്ത മേഖലകളിലെ സ്വാധീനശാലികളുമായി ബന്ധപ്പെടാൻ സഹായിച്ചു.
പ്രശസ്ത നടന്മാരും കലാകാരന്മാരും ബിസിനസ് നേതാക്കളും സംരംഭകരും ഉൾപ്പെടുന്നു. സർക്കാർ പ്രതിനിധികളും സംവിധായകരും പ്രശസ്ത ഗായകരുമായുള്ള സന്ദർശനങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനുള്ള വിശ്വാസവും അംഗീകാരവും തെളിയിക്കുന്നു. ഈ ബന്ധങ്ങൾ വെറും ദൃശ്യപ്രാധാന്യം മാത്രമല്ല, വിശ്വാസത, സ്വാധീനം, പങ്കുവച്ച മൂല്യങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രൊഫഷണലിസവും വിഷനും മുഖാന്തിരം അദ്ദേഹം UAE-യുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിൽ സ്ഥിരമായ സ്വാധീനം സൃഷ്ടിക്കുന്നു. ദുബായിൽ സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ മിസ്റ്റർ ഹിലാർ അബ്ദുള്ള ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് എമിറേറ്റ്സ് മലയാളി അസോസിയേഷന്റെ സ്നേഹാദരം അറിയിച്ചുകൊള്ളുന്നു. In the heart of Dubai, discover a sanctuary of healing and balance. Ontario Wellness Ayurvedic Center. From the moment you step in, the calm ambience and gentle aroma of herbs welcome you into a world of authentic Ayurvedic care. Our experienced Ayurvedic doctors listen, diagnose, and guide you toward personalized wellness. Each therapy is performed with precision and purity, rooted in centuries-old traditions of Ayurveda. Reconnect and rejuvenate with Ontario Wellness Ayurvedic Center.